തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണം പോയ സംഭവത്തിൽ ക്യാമ്പിനുള്ളിലെ ആളെ കേന്ദ്രീകരിച്ച് അന്വേഷണം. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ക്യാമ്പിൽ പരിശോധന നടത്തി. പോലീസ് സംശയിക്കുന്ന ആളുടെ വിരലടയാളവും ശേഖരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് റാവുത്തർ, അതീവ സുരക്ഷാ മേഖലയാണ് ഈ പാങ്ങോട് സൈനിക ക്യാമ്പ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ 2 കോടി രൂപയുടെ ആനക്കൊമ്പ് മോഷണം പോയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരാണ് ഈ പാങ്ങോട് സൈനിക ക്യാമ്പിന് ഈ ആനക്കൊമ്പ് നൽകിയിരുന്നത്. അവിടെ ഒരു ഗ്ലാസിനുള്ളിൽ സൂക്ഷിച്ചിരുന്നതാണ്, ഒരു ഗ്ലാസ് കവചത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്നതാണ് ഈ ആനക്കൊമ്പ്. 2 കോടി രൂപയുടെ ആനക്കൊമ്പ് അവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നു. ആദ്യം സൈനിക കേന്ദ്രങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി. പക്ഷേ കള്ളനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് പോലീസിൽ സൈന്യം പരാതി നൽകിയത്. ഏതായാലും സൈനിക കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ഈ കൊള്ള എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തെങ്കിലും വിവരങ്ങൾ, എന്തെങ്കിലും സൂചനകൾ ഈ മോഷ്ടാവിനെ കുറിച്ച് ലഭിക്കുന്നുണ്ടോ ഷഫീദ് റാവുത്തർ? ദിലീപ് കുമാർ, ഈ അതീവ സുരക്ഷയുള്ള പാങ്ങോട് കരസേനാ സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി രൂപ മൂല്യമുള്ള 2 ആനക്കൊമ്പുകളാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. ഈ ഓഫീസേഴ്സ് മെസ്സിൽ കഴിഞ്ഞ ബുധനാഴ്ച രാത്രിക്കും വ്യാഴാഴ്ച പുലർച്ചയ്ക്കും മധ്യയാണ് മോഷണം നടന്നത്. ബുധനാഴ്ച രാത്രി മെസ്സിൽ നടന്ന BJP പാർട്ടിയുടെ മറവിലാണ് മോഷണം നടന്ന നിഗമനത്തിലാണ് പൂജപ്പുര പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. ഇതിനിടെയാണ് ഒരു വഴിത്തിരിവ് സംഭവത്തിൽ ഉണ്ടായത്. BJP പാർട്ടിക്കായി പുറത്തുനിന്നെത്തിയ സംഘത്തിലെ 19 പേരെ പൂജപ്പുര പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇവരാണ് മോഷണത്തിന് പിന്നിലെന്ന് ഉറപ്പിക്കുന്ന സൂചനകൾ പോലീസിനില്ല. പാങ്ങോട് ക്യാമ്പിനെ കുറിച്ച് അറിയാവുന്നവർ നടത്തിയ മോഷണം എന്ന പോലീസിന് ഇപ്പോൾ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും പരിശോധന നടത്തിയത്. പോലീസ് സംശയിക്കുന്ന ആളുടെ വിരലടയാളവും ശേഖരിച്ചിട്ടുണ്ട്. കർശന പരിശോധനയ്ക്ക് ശേഷമാണ് ഈ സേനാ സ്റ്റേഷനിലേക്ക് കയറാനും ഇറങ്ങാനും സാധിക്കുക. അങ്ങനൊരു സാഹചര്യത്തിൽ ആനക്കൊമ്പുകൾ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടാകില്ല എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും. കള്ളനാര് എന്നുള്ള കാര്യം പോലീസിന്റെ മനസ്സിലുണ്ട്. അത് തെളിവ് ശേഖരണത്തിന് ശേഷം അത് ആള് അന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് തന്നെ ഉണ്ടാകും. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.